السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد بن عبد الله وعلى آله وصحبه الفائزين برضا الله. أما بعد. മഹാനായ അഹ്മദ് ബിൻ അതാഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അൽ ഹൈക്കമുൽ അതാഇയ പഠന പരമ്പരയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 20ാമത്തെ ഹൈക്മത്താണ് ഇന്ന് ദുറൂസുൽ ഹൈക്കമിൽ നമ്മൾ പഠന വിധേയമാക്കുന്നത്. 20ാമത്തെ ഹിക്മത്തിൽ മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ലാ ഇങ്ങനെ പ്രസ്താവിക്കുന്നു: മാ അറാദത്ത് ഹിമ്മത്തു സാലികിൻ അൻ തഖിഫ ഇൻദമാ കുശിഫ ലഹാ ഇല്ലാ വനാദതുഹു ഹവാതിഫുൽ ഹഖീഖ ഇല്ലാ വനാദതുഹു ഹവാതിഫുൽ ഹഖീഖ അല്ലദീ തത്ലുബു അമാമക വലാ തബറജത് ലവാഹിറുൽ മുകവ്വിനാതി ഇല്ലാ വനാദതുഹു ഹഖായിഖുഹ ഇന്നമാ നഹ്നു ഫിത്ന ഫലാ തക്ഫുർ. വളരെ ഗഹനമായ ഒരു വിഷയമാണ് ഈ ഹിക്മത്തിലൂടെ, ഈ 20ാമത് ഹിക്മത്തിലൂടെ മഹാനവറുകൾ വലിയ ഒരു തത്വജ്ഞാനമായി, സാരോപദേശമായി സാലിക്കിന് അല്ലെങ്കിൽ ആരിഫിന് സമർപ്പിക്കുന്നത്. ആദ്യം പതിവ് പോലെ അതിലെ പദങ്ങൾ നമുക്ക് പരിചയപ്പെടാം. മാ അറാദത്ത്, ഉദ്ദേശിച്ചിട്ടില്ല. മാ നാഫിയ, നിഷേധാർത്ഥം കുറിക്കുന്ന പ്രത്യയം. മാ അറാദത്ത് ഹിമ്മത്തു സാലിക്കിൻ, ഒരു സാലിക്കിൻ്റെയും ഹിമ്മത്ത്, അവൻ്റെ മനോവീര്യം, അത് ഉദ്ദേശിച്ചിട്ടില്ല. അൻ തഖിഫ ഇൻദ മാ കുശിഫ്, അൻ തഖിഫ നിൽക്കാൻ, സ്റ്റോപ്പ് ചെയ്യാൻ, നിർത്താൻ അല്ലെങ്കിൽ നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എപ്പോൾ? ഇൻദ മാ കുശിഫ ലഹ, ആ സാലിക്കിൻ്റെ ഹിമ്മത്തിന് വ്യക്തമാക്കപ്പെട്ടപ്പോൾ. വ്യക്തമാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കശ്ഫ് നൽകപ്പെടുക എന്നർത്ഥം. ചില ഹഖായിഖുകൾ, ചില യാഥാർത്ഥ്യങ്ങൾ, ചില അജായിബുകളൊക്കെ സാലിക്കിന് കശ്ഫ് ചെയ്യപ്പെടും. അവൻ്റെ സുലൂക്കിൽ, അവൻ്റെ യാത്രയിൽ, ഒരു മുരീദിൻ്റെ, സാലിക്കിൻ്റെ, ആരിഫിൻ്റെ അള്ളാഹുവിലേക്കുള്ള ആ അന്വേഷണ യാത്രയിൽ പല അത്ഭുതങ്ങളും ഒക്കെ കശ്ഫാവും. പല സാധാരണക്കാർക്ക് അത് ഒന്നും അറിയാത്ത, അതല്ലെങ്കിൽ അവന് തന്നെ അതുവരെ അറിയാൻ പാടില്ലായിരുന്ന, അല്ലെങ്കിൽ അതുവരെ അറിവില്ലാതിരുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ കശ്ഫ് ചെയ്യപ്പെടും. ആ സമയത്ത് അവൻ അവിടെ നിൽക്കുകയാണെങ്കിൽ, നിൽക്കാൻ അവൻ്റെ ഹിമ്മത്ത് ഉദ്ദേശിക്കുകയാണെങ്കിൽ, വിശദമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ വ്യക്തമാവും. ഞാനതിൻ്റെ ആദ്യം അതിൻ്റെ പദങ്ങളെയാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ നിൽക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഉദ്ദേശിക്കുകയില്ല. ഇല്ല വനാദതുഹു ഹവാതിഫുൽ ഹഖീഖ, ഹവാത്തിഫിൻ്റെ വിളിയാളങ്ങൾ. ഹവാത്തിഫ്, ഹാത്തിഫ് എന്ന് പറഞ്ഞാൽ വിളിച്ചു പറയുക. ഹാത്തിഫ് എന്ന് പറഞ്ഞാൽ മൊബൈൽ, ടെലിഫോൺ എന്നൊക്കെ ഉള്ളതിന് പറയും ഹാത്തിഫ്. ഇവിടെ അർത്ഥം വിളിച്ചു പറയുന്നത്. ഇല്ലാ വനാദതുഹു ഹവാതിഫുൽ ഹഖീഖ, ഹഖീഖത്തിൻ്റെ ഹവാത്തിഫ്, വിളിയാളങ്ങൾ അവനെ വിളിച്ചു പറഞ്ഞിട്ടല്ലാതെയില്ല. എന്താ വിളിച്ചു പറയാ? അല്ലദീ തത്ലുബു, നീ അന്വേഷിക്കുന്നത്, ഓ സാലിക്കേ, ഓ ആരിഫേ, ഓ അള്ളാഹുവിനെ ഉദ്ദേശിച്ച് യാത്ര പോകുന്നവനെ. അല്ലദീ തത്ലുബു, നീ അന്വേഷിക്കുന്ന ഒന്ന്, അമാമക്, അത് നിന്റെ മുന്നിലാണ് എന്ന് പറഞ്ഞാൽ അത് ഇനിയും പോകാണ്ട്, അങ്ങോട്ട് എത്തിയിട്ടില്ല, എൻ്റെ സ്റ്റോപ്പിലെത്തിയിട്ടില്ല, ഇറങ്ങാനായിട്ടില്ല. നീ അന്വേഷിക്കുന്ന കാര്യം എന്താണോ അത് ഇനിയും മുന്നിലാണ്. അതുകൊണ്ട് ഇനിയും നിനക്ക് യാത്ര തുടരേണ്ടതുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞിട്ടല്ലാതെയില്ല. അതുപോലെ തന്നെ വലാ തബറജത്, തബറജ എന്ന് പറഞ്ഞാൽ വെളിപ്പെടുക. വലാ തബറജന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊല എന്നൊക്കെ പറഞ്ഞില്ലേ. വലാ തബറജത്, വെളിപ്പെട്ടിട്ടുമില്ല, അലങ്കൃതമായി, അലങ്കരിച്ച് വളരെ ഭംഗിയായി ചമഞ്ഞൊരുങ്ങി അണിഞ്ഞൊരുങ്ങി പ്രത്യക്ഷപ്പെടുന്നതിനാണ് തബറജ എന്ന് പറയാം. ഖുർആനിലൊക്കെ ആ ആയത്തിൽ വലാ തബറജന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊല എന്ന സ്ത്രീ സമൂഹത്തെ വിളിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു കൊടുത്തൊക്കെ അതാമാന. വലാ തബറജത് ലവാഹിറുൽ മുകവ്വിനാത്തി, മുകവ്വിനാത്ത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മുകവ്വനാത്ത് എന്ന് പറഞ്ഞാൽ അക്വാൻ എന്നർത്ഥം. ഈ പ്രപഞ്ചത്തിലെ അതിലെ ചില ബാഹ്യമോടികൾ, ലവാഹിർ, അതിൻ്റെ പുറംപൂച്ചുകൾ, അത് അണിഞ്ഞൊരുങ്ങിയിട്ടുമില്ല. എന്താണ് ഈ പറയുന്നതെന്ന് ഒരു പക്ഷേ ഇപ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാവില്ല. ഇനി ഇൻഷാ അല്ലാഹ് അതിൻ്റെ ആശയം പറഞ്ഞു വരുമ്പോഴാണ് മനസ്സിലാവുക എന്താണ് മഹാനവറുകൾ ഉദ്ദേശിച്ചത്. ഇല്ലാ വനാദതുഹു ഹഖായിഖുഹാ, ഹഖായിഖുകൾ, ഈ മുകവ്വിനാത്തിൻ്റെ ലവാഹിർ അണിഞ്ഞൊരുങ്ങി ചമഞ്ഞൊരുങ്ങി ഭംഗിയായിട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ അതിൻ്റെ ഹഖായിഖ്, മുകവ്വിനാത്തിൻ്റെ ഉള്ളുകള്ളികൾ, ഹഖായിഖ് അവനോട് വിളിച്ചു പറയും. എന്താ പറയുക? ഇന്നമാ നഹ്നു ഫിത്ന, നമ്മൾ വെറും ഫിത്നേട്ടോ, ഫലാ തക്ഫുർ, അതുകൊണ്ട്
പെട്ടുപോണ്ട. ഇന്നമാ നഹ്നു ഫിത്ന ഫലാ തക്ഫുർ, നമ്മൾ വെറും ഫിത്ന കേട്ടോ, പരീക്ഷണാട്ടോ, ഇതൊരു പരീക്ഷണാണേ, അതുകൊണ്ട് ഫലാ തക്ഫുർ, നീ വഞ്ചിതനാവണ്ട അല്ലെങ്കിൽ സത്യനിഷേധിയാവണ്ട. ഇതൊരു ഇഖ്തിബാസാണ്. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു തആല ഹാറൂത്ത് മാറൂത്തിൻ്റെ ചരിത്രം പറഞ്ഞെടുത്ത് ബനു ഇസ്രായേലികളുടെ സിഹറുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ പറഞ്ഞെടുത്ത് പറയുന്നൊരു വാക്കാണ് ഇന്നമാ നഹ്നു ഫിത്ന ഫലാ തക്ഫുർ. ഞങ്ങൾ ഫിത്നയാണ്, അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്, അതുകൊണ്ട് നീ ഇതിൽ പെട്ടുപോകണ്ട, അള്ളാഹുവിനെ നിഷേധിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകണ്ട. അത് ഇഖ്തിബാസ് ചെയ്യുക എന്ന് പറയും. ആ സാഹചര്യം, അതേ ആശയത്തെ, അല്ലെങ്കിൽ അതും അവിടെ പറയപ്പെട്ട ആ സാഹചര്യം ഇവിടെ സമാനമായൊരു സാഹചര്യത്തിൽ കോണ്ടക്സ്റ്റിൽ പറയാം. ഫലാത്ത് ഇന്നമാൻ ഹനുഫിത്തന ഫലാ തക്ഫുർ, ഞങ്ങൾ വെറും ഫിത്തന കേട്ടോ, അതുകൊണ്ട് പെട്ടുപോകണ്ട. ഇപ്പം ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് പലർക്കും എന്താണ് ഈ പറയണതെന്ന് ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ഇത് വല്ലാത്ത ചില വാക്കുകളാണ് അദ്ദേഹം ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. വിഷയം എന്താണ് എന്ന് ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് നമുക്ക് തുടർന്ന് കാണാം. ആദ്യമായി ഈ 20ാമത്തെ ഹിക്മത്തിലൂടെ മഹാനവറുകൾ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ സാലിക്യങ്ങൾക്ക് നൽകുന്ന വലിയൊരു നിർദ്ദേശം എന്താണെന്ന് ആദ്യം അതിന് ആശയം മനസ്സിലാക്കുക. ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താണ് അദ്ദേഹം ആ വാക്കുകളിലൂടെ ആ ആശയം എങ്ങനെ പറഞ്ഞു വെക്കുന്നു, എങ്ങനെ ആശയം അവതരിപ്പിക്കുന്നു എന്നുകൂടെ നമുക്ക് വഴിയെ കൃത്യമായി മനസ്സിലാവും. അപ്പോൾ സാലിക്കിൻ്റെ മര്യാദകളാണ് കഴിഞ്ഞ 2-3 ഹിക്മത്തുകളിലൂടെ സാലിക്കിൻ്റെ മര്യാദ. സാലിക്ക് നമ്മൾ വീണ്ടും പറഞ്ഞു, നമ്മൾ സ്ഥിരം പ്രയോഗിക്കുന്ന ഒരു പദമാണ്, ഒരു മുസ്തലഹാണ്. അതെന്താണെന്ന് ഓരോ ഹിക്മത്തിലും നമ്മൾ വിശദീകരിക്കേണ്ടതില്ല. കാരണം ഒരു ഹിക്മത്ത് കേൾക്കുമ്പോഴാണ്, മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അടുത്ത ഹിക്മത്തിലേക്ക് പോവുക. അപ്പോൾ 17, 18, 19 ഹിക്മത്തൊക്കെ ഉൾക്കൊണ്ട് വരുന്നവർക്ക് 20ാമത്തെ ഹിക്മത്ത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ പരസ്പര ബന്ധിതങ്ങളാണല്ലോ. അപ്പോൾ ഈ സാലിക്ക്, അള്ളാഹുവിലേക്ക് യാത്ര പോകുന്ന ഈ സാലിക്ക് പുലർത്തേണ്ട സുലൂക്കിൻ്റെ ആദാബുകളാണ്. അതിൽ 4ാമത്തെ മര്യാദയായിട്ടാണ് ഇപ്പോൾ ഈ 20ാമത്തെ ഹിക്മത്തിൽ പറയുന്നത്. അതെന്താണ് പറയുന്നത് എന്നറിയോ? അദ്ദേഹം പറയുന്നത്, ആദ്യം അതിന് ആശയം മാത്രം ചുരുക്കി സംഗ്രഹിച്ച് നമുക്ക് പറയാം. മഹാനവറുകൾ പറയുന്നത്, അള്ളാഹുവിനെ ഉദ്ദേശിച്ചു പോകുന്ന ഒരു മുരീദ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വഴിയെ യാത്ര തിരിക്കുന്ന സാലിക്ക്, അവന് ചില അത്ഭുതങ്ങളൊക്കെ, ചില മക്കാമാത്തുകളൊക്കെ, ഒരുപാട് മക്കാമുകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് സാലിക്കിന്. അള്ളാഹുവിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അത് പല മക്കാമാത്തുകളിലൂടെ, പല സ്റ്റേഷനുകളിലൂടെയും കടന്നു പോകേണ്ടതുണ്ട്. മക്കാമാത്തിന് സ്റ്റേഷൻ എന്നൊന്നും ഒറ്റയടിക്ക് പറയാൻ പറ്റൂല, എന്നാലും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിഭാഷ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഒരുപാട് മാരിഫത്തിൻ്റെ മക്കാമാത്ത് കടന്നു പോകേണ്ടതുണ്ട്. അപ്പോൾ ഓരോ മക്കാമിലും എത്തി നിൽക്കുമ്പോൾ കണ്ണഞ്ചി പോകരുത് എന്ന് പറഞ്ഞാൽ, ഇതന്നെയാണ് ഇതിൻ്റെ പാരമ്യം, അതിൻ്റെ ഏറ്റവും ഉച്ചകോടി ഇതന്നെയാണ്, ഇതിൻ്റെ അപ്പുറത്തേക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൻ നിർത്തി പോകരുത്. ഓരോ മക്കാമിലെത്തുമ്പോൾ അവൻ അത്ഭുതപ്പെട്ടു പോകും ആദ്യം, പക്ഷേ പിന്നെ അവൻ തിരിച്ചറിയണം, ഇതല്ല, ഇതിലപ്പുറമാണ്, താൻ തേടുന്നത് ഇതിൻ്റെ അപ്പുറമാണ്. അപ്പോൾ ഒരു സ്റ്റേഷനും കൂടെ, അടുത്ത സ്റ്റേഷനിലേക്ക് അവൻ പോകും. അവിടെ എത്തുമ്പോഴും ഫസ്റ്റ് അവൻ അന്തം വിട്ടു പോകും, കണ്ണഞ്ചി പോകും. അപ്പോഴും അവിടെ നിർത്തരുത്, അങ്ങനെ അടുത്ത സ്റ്റേഷനിലേക്ക്, അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അവൻ്റെ ആ അന്വേഷണ യാത്ര അത് പുരോഗമിക്കുക. അതിലൊരുപാട് ഹക്കായിക്കുകളിലേക്ക് അവൻ എത്തിപ്പെടാൻ കഴിയുക. ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ എത്തിയിട്ട് ഒരു മക്കാമിലെത്തുമ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ പാരമ്യം, അല്ലെങ്കിൽ അതിൻ്റെ പാരമ്യത, പരമകോടി എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് പോകരുത്, അവിടെ വണ്ടി ഇറങ്ങരുത്, ആ വണ്ടി പിന്നെയും പോകണം മുന്നോട്ട്. അതാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, ഒന്നുകൂടെ ഈ ആശയം നമുക്കൊന്ന് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, മക്കാമുകൾ പലതുണ്ട് എന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെയാണ് ഈ മക്കാമ് എന്ന് പറഞ്ഞാൽ നമുക്കതൊന്നും പറയാനുള്ള ശരിയായ യോഗ്യതയൊന്നുമില്ല. കാരണം ആ മക്കാമുകൾ നമ്മൾ ഉൾക്കൊണ്ടവരോ, ആ മക്കാം എന്താണെന്നതിൻ്റെ ആസ്വദിച്ചവരോ അല്ല. പക്ഷേ ആ മക്കാമുകളെ പറ്റി നമ്മൾ മഹാന്മാർ പറഞ്ഞ് കേട്ടത് പറയാം, വലിയോരോ വർത്താനങ്ങൾ ഇതൊക്കെയാണെന്ന് പറയാം. അവരുടെ ചർച്ചകൾ ഈ വഴിക്കൊക്കെയാണ്, ആരിഫ്യങ്ങളുടെ ചർച്ചകൾ ഈ വഴിക്കൊക്കെയാണ് പോയത് എന്ന് പറയാൻ മാത്രമാണ്. പറയാൻ യോഗ്യത അർഹതയൊന്നും ഇല്ലെങ്കിലും നമ്മൾ പറഞ്ഞു നോക്കുക. അപ്പോൾ എന്താണ് ഈ മക്കാമുകൾ എന്ന് പറഞ്ഞാൽ? ചില പദങ്ങളൊക്കെ, ചില മുസ്തലഹാത്ത് അഹ്ലി തസവുഫിൻ്റെ മുസ്തലഹാത്താണ്. അത് ചുരുങ്ങിയ വാക്കുകളിലൊന്നും പറഞ്ഞാൽ എവിടെ എത്തൂല. എന്നാലും സാധ്യമായ രീതിയിൽ വിശദീകരിച്ചുകൊണ്ട് നമ്മൾ പറയാം. അപ്പോൾ അതിൻ്റെ ഈ അവസ്ഥകൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സാലിക്ക് അള്ളാഹുവിലേക്ക് യാത്ര പോകുമ്പോൾ അവനെ നേരിടുന്ന, അവൻ കണ്ടുമുട്ടുന്ന, അല്ലെങ്കിൽ അവനെ പിന്നിടേണ്ട, അവൻ കടന്നു പോകേണ്ട മക്കാമാത്തുകൾ ഫനാഉ ഫിൽ അഫ്ആൽ. ഉദാഹരണം പറയാം, അൽ ഫനാഉ ഫിൽ അഫ്ആൽ, അത് കഴിഞ്ഞാൽ ഫനാഉ ഫിസ് സിഫാത്ത്, അത് കഴിഞ്ഞാൽ ഫനാഉ ഫിൽ ദാത്ത്, അല്ലെങ്കിൽ അൽ ഫനാഉ ഫിൽ ഇസ്ം, അൽ ഫനാഉ ഫിൽ ദാത്ത്, അൽ ഫനാഉ ഫിൽ ഫനാ. അതുപോലെ അൽ ഫനാഉ ഫിൽ ഫനാ എന്ന് പറഞ്ഞാൽ അതാണ് അൽ ബഖാ. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ. അൽ ഫനാഉ ഫിൽ അഫ്ആൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഫിഅലുകൾ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ, അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ, ഈ സൃഷ്ടികളിലൊക്കെ നമ്മൾ കാണുന്ന പ്രവർത്തനങ്ങളിൽ ഫനാ ആവുക. ആ ഒരു ഘട്ടം കഴിഞ്ഞിട്ടാണ് പിന്നെ സിഫാത്തിൽ നമ്മൾ ഫനാ ആവുക. നമ്മളെന്ന് പറഞ്ഞാൽ ഈ സാലിക്ക് ഫനാ ആവുക. ഫനാ എന്ന് പറഞ്ഞാൽ അതിൽ അങ്ങ് നശിച്ച് ലയിച്ച് വിലയം പ്രാപിച്ച് അലിഞ്ഞില്ലാതെയാവുക. അതുപോലെ ഫനാഉ ഫിദ്ദാത്ത്, അള്ളാഹുവിൻ്റെ ദാത്തിൽ ഫനാ ആവുക. അല്ലെങ്കിൽ
പിന്നെ ഫനാ ഫിൽ ഫനാ, ഫനായിൽ ഫനാ ആവുക. ഇത് ഓരോന്നും എടുത്ത് വിശദീകരിക്കുമ്പോൾ തന്നെ ഒരുപാട് പറയാനുള്ള കുറച്ച് സങ്കീർണമായ പദാവലികളാണ് തസവുഫിൻ്റെ അഹലുകാരിൽ. എല്ലാം കൂടെ നമ്മളിപ്പോൾ പറയാനും നമുക്ക് കഴിയൂല, പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവില്ല. അപ്പം ചുരുക്കി പറയാം, ഇതിൻ്റെ ഒരുപാട് മക്കാമുകളിലൂടെ കടന്നു പോവാണ്. ഇതിന് വേറെ ചില പദാവലികൾ എടുത്തു പറയുകയാണെങ്കിൽ ജംഅ്, ഫർഖ്, ജംഉൽ ജംഅ്, ഇങ്ങനെയുള്ള ദർജകൾ ഇത് മക്കാമുകൾ തന്നെയാണ്. ഇതൊക്കെ പരസ്പര ബന്ധിതങ്ങളുമാണ്. ഇപ്പം അല്ലഫല്ലലിഫിലൊക്കെ പറയുന്നുണ്ടല്ലോ, ജൂദു മഞ്ചാദൽ വുജൂദ വുജൂദുഹു ജാദൽ ജവാ ജംഅൻ വഫർഖൻ ബഅദ ജംഇൽ ജംഇ ലിർരിജാലി ജാൽ എന്നൊരു പരാമർശമുണ്ട്. അപ്പോൾ റിജാലിൻ്റെ ആൺകുട്ടികൾ എന്നവരെ പറ്റി പറയുന്നത് ആണുങ്ങൾ, അവരാണ് ആണുങ്ങൾ. അങ്ങനെ അന്വേഷിച്ചു പോകുന്ന ധീരന്മാരായ ധീരവീര കേസരികളായ ആണുങ്ങൾ, അവർ അള്ളാഹുവിലേക്ക് യാത്ര പോകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന മക്കാമുകൾ, അവസ്ഥകൾ, ഹാലാത്തുകളും അവസ്ഥകളും അവസ്ഥാന്തരങ്ങളുമാണ്. ഹാലത്തുൽ ജംഅ്, ഹാലത്തുൽ ഫർഖ്, ഹാലത്തു ജംഇൽ ജംഅ്, ഇതൊക്കെ ഫനാഇൻ്റെയും ഫനാഉൽ ഫനാ എന്ന ബഖാഇൻ്റെയും ഒക്കെ അവസ്ഥകളാണ്. അപ്പം അങ്ങനെ ആ ദറജകളിലൂടെ അങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ സാലിക്ക് അവൻ്റെ സുലൂക്കിൻ്റെ വഴിയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ആദ്യം അവൻ ഇപ്പോൾ ഈ പറഞ്ഞ മക്കാമുകളിൽ ആദ്യം വരുന്ന മക്കാമാണ്, ഈ പറഞ്ഞ സ്റ്റേഷനുകളിൽ ആദ്യം വരുന്നൊരു സ്റ്റേഷനാണ് താരതമ്യേന തൗഹീദുൽ അഫ്ആൽ. ഈ തൗഹീദുൽ അഫ്ആലിൻ്റെ അസ്റാറുകളൊക്കെ അവനിങ്ങനെ വെളിപ്പെടും. അതിൻ്റെ ഹലാവത്ത്, അതിൻ്റെ മാധുര്യം, അതിൻ്റെ ആസ്വാദ്യത ഒക്കെ അവൻ്റെ മുന്നിൽ വരുമ്പോൾ അവൻ എന്താക്കരുത്, ഇതന്നെയാണ് ഇതിൻ്റെ പാരമ്യം, ഇതന്നെയാണ് ഇതിൻ്റെ എല്ലാം, ഞാനിതിൻ്റെ അവസാനത്തിലെത്തി എന്ന് വിചാരിച്ച് അവിടെ നിർത്താൻ പാടില്ല. അവിടെ നിർത്താൻ നിൽക്കുകയാണെങ്കിൽ അവൻ തൗഫീഖുള്ള ആളാണെങ്കിൽ അവൻ എന്ത് ചെയ്യും, നിർത്താൻ വേണ്ടി നിൽക്കുമ്പോൾ ഇതിൻ്റെ അവസാനമാണ്, എൻ്റെ അന്വേഷണത്തിൻ്റെ അവസാനമാണ് എന്ന് വിചാരിച്ചവൻ നിർത്താൻ വേണ്ടി നിൽക്കുമ്പോൾ തൊട്ടടുത്ത മക്കാമിൻ്റെ വിളിയാളക്കാർ അവനെ വിളിച്ചു പറയും, അല്ലദീ തത്ലുബു അമാമക്, നീ അന്വേഷിക്കുന്നത് അത് നിൻ്റെ മുന്നിലാണ്, നീ അന്വേഷിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ, ഇതല്ല എൻ്റെ ലക്ഷ്യം, ഇതല്ല ഈ സ്റ്റേഷനിൽ ഇറങ്ങല്ലേ, അത് കടന്നു പോകുന്നതിൽ ഒരു മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ അതിലെ ഒരു സ്റ്റേഷൻ മാത്രമാണ്, നമ്മളെ ലക്ഷ്യം ഇനിയും അകലെ, അതുകൊണ്ട് വണ്ടി പോട്ടെ, മുന്നോട്ട് എന്ന് പറയും. അപ്പോൾ അവനോട് നിർത്താൻ പറയും, അല്ല നിർത്തരുത് എന്ന് പറയും, തുടരാൻ വേണ്ടി പറയും. ഉദാഹരണം പറയാം, ഈ തൗഹീദുൽ അഫ്ആലി, പിന്നെ തൗഹീദുൽ അഫ്ആലിൻ്റെ അസ്റാറുകൾ കാണുന്നിടത്ത് നിർത്താൻ വേണ്ടി നിൽക്കുമ്പോൾ അവനോട് അടുത്ത സ്റ്റേഷനിലേക്ക്, അതായത് തൗഹീദുൽ സിഫാത്തിലേക്ക് പോകാൻ വേണ്ടി, അതാണ് ഹഖീഖത്തുൽ ഫനാഇ ഫി സിഫാത്ത്. ഈ മക്കാമ് നേരത്തുള്ള മക്കാമിൻ്റെ മുകളിലാണ്. തൗഹീദുൽ അഫ്ആൽ എന്ന മക്കാമിൻ്റെ അപ്പുറമാണ്, അതിനേക്കാൾ ഉയർന്ന സ്ഥാനമാണ് തൗഹീദുൽ സിഫാത്തിൻ്റെ മക്കാമ്. അപ്പോൾ അവൻ മുന്നോട്ട് പോകും. അങ്ങനെ തൗഹീദുൽ സിഫാത്തിലെത്തുമ്പോഴും ആദ്യം അവൻ വിചാരിക്കും, ഇതന്നെയാണ് ഞാൻ അന്വേഷിച്ചിരുന്നത്, എൻ്റെ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്, ഇറങ്ങാറായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവിടെ തൊട്ടടുത്തുള്ള മക്കാമിൻ്റെ ഹഖായിഖ് അല്ലെങ്കിൽ ആ ഹഖായിഖിൻ്റെ ഹവാത്തിഫ്, വിളിയാളങ്ങൾ അവന് കേൾക്കാൻ പറ്റുക, ഇല്ല നിർത്താനായിട്ടില്ല, അടുത്തതിലേക്ക് പോട്ടെ, ഫനായിലേക്ക് പോട്ടെ. അങ്ങനെ ഫനായിലേക്ക്, ഫനാഉം ഫിദ്ദാത്തിലേക്ക്, അങ്ങനെ പിന്നീട് ഫനാഉൽ ഫനാ എന്ന സ്റ്റേജിലേക്ക്, അതാണ് ബഖാ. ഫനാഉൽ ഫനാ അഥവാ നാശത്തിൻ്റെ നാശം ആ ബഖാ ആണ്. നാശം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ബഖാ ആണ്. അങ്ങനെയാൽ ആ ബഖാ എന്ന അള്ളാഹിൻ്റെ ബഖാ അല്ല ഈ പറഞ്ഞത്, ഈ മുരീദിനുണ്ടാകുന്ന, സാലിക്കിനുണ്ടാകുന്ന, അള്ളാഹുവിൽ വിലയം പ്രാപിക്കുന്നതിൻ്റെ ഒരവസ്ഥയാണ്. അങ്ങനെ ഓരോ സ്റ്റേഷനിലെത്തുമ്പോഴും ആ സ്റ്റേഷൻ അതിൻ്റെ പരമാവധി, അതിൻ്റെ പാരമ്യമാണ്, അതിൻ്റെ അവസാനമാണ്, തൻ്റെ ലക്ഷ്യത്തിലെ അവസാനത്തെ ലക്ഷ്യമാണ് എന്ന് വിചാരിച്ചവൻ നിർത്താൻ പോകുമ്പോൾ തൊട്ടടുത്തുള്ള ഹാലിൻ്റെ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള മക്കാമിൻ്റെ ഹവാത്തിഫ്, അവന് വിളിയാളങ്ങൾ അവന് കേൾക്കണില്ല, നിർത്തല്ലേ, വണ്ടി വിട്, മുന്നോട്ട് പോകുക എന്നവനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് അങ്ങനെ ഇലാമാലായെതിരി അവൻ അറിയാത്ത മലക്കൂത്തിൽ അള്ളാഹു തആല അവൻ ഒരുപാട് ദറജകളിലേക്ക് അവനങ്ങനെ തറക്കിയത്ത് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് അള്ളാഹു ഉദ്ദേശിച്ച മേഖലകളിലേക്കൊക്കെ അവൻ എന്നതാണ്. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു സംഗതിയാണ് മഹാന്മാർ പറയുന്നത്, ഇതിൻ്റെ വിശദീകരണം തന്നെ പറയാണ്. അതായത് ഈ സുലൂക്കിൻ്റെ വഴിയിലൂടെ മഹാന്മാർ പോകുമ്പോൾ ഒരു പക്ഷേ സാലിക്കിന് അല്ലെങ്കിൽ ഈ വലിജിന് അല്ലെങ്കിൽ ആരിഫിന് ഇവർക്ക് ചില കറാമത്തുകൾ, ചില ഹവാരിഖുൽ ആദാത്തൊക്കെ ഒരു പക്ഷേ പ്രത്യക്ഷപ്പെടും. അതാണ് മൂപ്പര് മഹാനായ ഇബ്നു അത്താഇല്ലാഹി സെക്കന്ദരി തങ്ങൾ പറഞ്ഞത്, വലാ തബറജത് ലവാഹിറുൽ മുകവ്വിനാത്തി ഇല്ലാ വനാദത്ഹു ഹഖായിഖുഹാ ഇന്നമാ നഹ്നു ഫിത്ന ഫലാ തക്ഫുർ. ഈ മുകവ്വിനാത്തിൻ്റെ ലവാഹിർ അണിഞ്ഞൊരുങ്ങി ചമഞ്ഞൊരുങ്ങി അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞ ഉദ്ദേശം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ചില കറാമാത്തുകൾ, ഹവാരിഖുൽ ആദാത്തൊക്കെ ഒരു പക്ഷേ പ്രത്യക്ഷപ്പെടും. വെള്ളത്തിൻ്റെ മുകളിൽ നടക്കുക, മഹാന്മാർ പറയുന്ന ഉദാഹരണം കൽമഷി അലൽ മാ വത്തയറാനി ഫിൽ ഹവാ വജൽബി തആം, ഇങ്ങനെയുള്ള ഓരോരോ അത്ഭുതങ്ങളൊക്കെ മുഅ്ജിസാത്തുകളായി നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കറാമത്തുകളായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള സംഭവങ്ങൾ മുഅ്ജിസാത്ത് അമ്പിയാക്കന്മാർക്ക് ഉണ്ടാവുള്ളൂ. ഉദാഹരണം പറയാം,
അമ്പിയാക്കന്മാർക്ക് മോചിതത്തായി ഉണ്ടാകുന്നത് പോലുള്ള സംഭവങ്ങളൊക്കെ കറാമത്തായ ഔലിയാക്കൾക്ക് ഉണ്ടാകാമെന്നാണല്ലോ. പക്ഷേ നുബുവത്തിൻ്റെ ഇദ്ദിയാ നബിയാണ് എന്ന വാദം അത് മോചിതത്തിൻ്റെ പ്രത്യേകതയാണ്. ആ വാദങ്ങളില്ലെങ്കിൽ അത്ഭുതങ്ങളൊക്കെ കറാമത്ത് ഔലിയാക്കൾക്ക് ഉണ്ടാകാം. അപ്പോൾ ഖവാരിഖുൽ ആദാത്തായി വെള്ളത്തിൻ്റെ മുകളിൽ നടക്കുക, വായുവിലൂടെ പറക്കുക, എവിടെ നിന്നെന്നറിയാതെ ഭക്ഷണങ്ങൾ പെട്ടെന്ന് ഹാജരാക്കാൻ കഴിയുക, ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ പറയാം. അതുപോലെ നബഉൽ മാ, വെള്ളം പെട്ടെന്ന് കൈവിരലുകളിൽ നിന്നോ അല്ലെങ്കിൽ പാറയുടെ ഉള്ളിൽ നിന്നോ പാറപ്പുറത്തിൽ നിന്നോ അത്ഭുതകരമായി വെള്ളം നിർഗളിപ്പിക്കുക. ഇങ്ങനെയുള്ള അത്ഭുത സംഭവങ്ങളൊക്കെ ഒരു പക്ഷേ അവന് പ്രത്യക്ഷപ്പെട്ടെന്ന് വന്നേക്കാം. അപ്പോൾ അത് കാണുമ്പോൾ ശരിയായ ഒരു ആരിഫ് അതിൽ ഞെട്ടിപ്പോയി, അതിൽ മതിമറന്ന് മതിഭ്രമം ബാധിച്ച്, അല്ലെങ്കിൽ എല്ലാമായി ഞാനിപ്പോൾ ഏറ്റവും ഉയർന്ന ദർജയിലായി എന്ന് വിചാരിച്ചിട്ട് അവിടെ നിർത്തുകയല്ല ചെയ്യുക. ശരിയായ ഒരു ആരിഫാണെങ്കിൽ ഇത്തരം അത്ഭുത പ്രവൃത്തികൾ, അതാണ് ലവാഹിറുൽ മുക്കവ്വിനാത്ത്, അണിഞ്ഞൊരുങ്ങി വരിക എന്ന് പറഞ്ഞാൽ ഈ മുക്കവ്വിനാത്തിൻ്റെ ലവാഹിറായിട്ടാണ് മഹാനവറുകൾ ഇതിനെയൊക്കെ പറയുന്നത്. ഇതൊന്നും ബവാത്തിനല്ല, ഹഖായിഖല്ല. ഇത്തരം അത്ഭുത സംഭവങ്ങളും അത്ഭുത പ്രവൃത്തികളും മിറാക്കുലസ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ അത്ഭുതാവഹമായ ചില എന്താ പറയുക മഹാത്ഭുതങ്ങൾ, അമാനുഷികമായ ചില സിദ്ധികളൊക്കെ വരുമ്പോൾ അവർ മതിമറക്കൂല. യഥാർത്ഥ സാലികമോ മതിമറക്കൂല. അവനോട് വിളിച്ചു പറയും, ഈ വസ്തുതകൾ തന്നെ വിളിച്ചു പറയും, ഇല്ലാ വനാദതുഹ ഖാഹിഖുഹ ഇന്നമാ നഹ്നു ഫിത്ന ഫലാ തക്ഫുർ. ഈ പുറത്ത് കാണുന്ന ഈ കറാമത്തുകൾ അത്ഭുതങ്ങളൊക്കെ വെറും ഒരു പരീക്ഷണാട്ടോ, ഇതിൽ മതിമറക്കരുത്, ഇത് അവസാനമല്ല. അതുകൊണ്ട് ഇതിൽ മതിമറന്ന് ഇതെൻ്റെ അവസാനമാണ്, ലക്ഷ്യമാണെന്ന്, കാരണം ഇതിനപ്പുറം അള്ളാഹുവാണ്. ഈ അത്ഭുതങ്ങളോ വായിലൂടെ പറക്കലോ വെള്ളത്തിൻ്റെ മുകളിൽ നടക്കലോ അതല്ല മെയിൻ. അതൊക്കെ ചെറിയ 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 അടയാളങ്ങൾ മാത്രമാണ്. അതിനപ്പുറം ഇതൊക്കെ ലവാഹിറാണ്. അതിൻ്റെ ഹഖായിഖായത്, ഇതിൻ്റെയൊക്കെ മുൻഷിയായ, ഇതിൻ്റെയൊക്കെ യഥാർത്ഥ സൃഷ്ടാവായ, ഇതിൻ്റെയൊക്കെ പിന്നിലെ സിറുൽ അസ്റാറായ സബബുൽ അസ്ബാബായ അള്ളാഹുവാണ് എന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നവരാണ് ശരിയായ സാലിക്, ശരിയായ ആരിഫ്. ആ ഒരു അദബ്, ആ ഒരു മര്യാദ ഉൾക്കൊള്ളണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സാലിക്കിൻ്റെ ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ സാലിക്കിൻ്റെ മനോധൈര്യം, മനോധർമ്മം അവിടെ നിന്നു പോകരുത്. ഇത് തന്നെയാണ് ഇത്തരം ഒരു അത്ഭുത സംഭവം കാണുമ്പോഴേക്ക് അതിൽ മതിമറക്കുന്നവനല്ല വലിയ എന്ന് പറഞ്ഞാൽ. ഒരു വലിയൻ്റെ, നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് മനസ്സിലാക്കേണ്ടത് ഒരു വലിയനെ സംബന്ധിച്ചിടത്തോളം കറാമത്തുകൾ കാണിക്കുക എന്നുള്ളതോ, ഒരു ആരിഫ് അല്ലെങ്കിൽ ഒരു സാലിക്ക്, ഒരു ശരിയായ മുരീദ് അത്ഭുത പ്രവൃത്തികൾ കാണിക്കുക എന്നുള്ളതോ അല്ല. വലിയ വലിയ ആരിഫ്യങ്ങളോ ഔലിയാക്കന്മാർക്കൊന്നും ഒരു പക്ഷേ അത്ഭുത പ്രവൃത്തികളൊന്നും അധികം പറയാനുണ്ടാവില്ല. അത്ഭുത പ്രവൃത്തികൾ, കറാമത്തുകൾ ഒരാളെ പറ്റി കേൾക്കുക എന്നുള്ളത് അദ്ദേഹം പരമകോടിയിലാണ് വിലായത്തിൻ്റെ എന്നതിൻ്റെ തെളിവാകുന്നില്ല. അതൊക്കെ ചില ലവാഹിറുൽ മുക്കവ്വിനാത്ത് മാത്രമാണ്. ഈ ലവാഹിറുൽ മുക്കവ്വിനാത്ത് അതിൻ്റെ ബാഹ്യമായ ചില അടയാളങ്ങൾ മാത്രമാണ്. ആത്യന്തികമായ ലക്ഷ്യമോ വിജയമോ അതല്ലെങ്കിൽ പാരമ്യമോ പരമ ലക്ഷ്യമോ ഒന്നുമല്ല ഈ കറാമാത്തുകളും ഈ അത്ഭുതങ്ങളും ഒക്കെ. ആ കറാമത്തുകൾ ഉണ്ടാകുമ്പോൾ ആ കറാമാത്തുകൾ തന്നെ ഈ ആരിഫിനോട് പറയാം, ഇല്ലാ വനാദതുഹു ഹഖായിഖുഹ ഇന്നമാ നഹ്നു ഫിത്ന, ഞങ്ങൾ വെറും ഫിത്നേട്ടോ, പരീക്ഷണമാണ്. ഫലാ തക്ഫുർ. ഇത് ഹാറൂത്ത് മാറൂത്ത്, വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബിൽ ഹാറൂത്ത വമാറൂത്ത എന്നൊക്കെ പറയുന്നുണ്ടല്ലോ സൂറത്തുൽ ബഖറയിലെ 102 ആയത്തിൽ. വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാത്വീന കഫറു യുഅല്ലിമൂന അന്നാസ അസ്സിഹ്റ വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബിൽ ഹാറൂത്ത വമാറൂത്ത് വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂലാ ഇന്നമാ നഹ്നു ഫിത്ന ഫലാ തക്ഫുർ ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി ഇലാ ആഖിരിൽ ആയ. അതൊരു വളരെ വിശദമായ പ്രമാദമായൊരു സംഭവമാണ്. ഹാറൂത്ത് മാറൂത്ത് അവരാരായിരുന്നു? മലക്കായിരുന്നു, അതല്ല മലക്കുകളെ പോലെയുള്ള മനുഷ്യന്മാരായിരുന്നോ എന്നുള്ളത് വലിയ ചർച്ചയാണ്. തഫ്സീർ ഗ്രന്ഥങ്ങളിലൊക്കെ അത് പറയുന്നത്. ആ തഫ്സീർ, ആ ആയത്തിൻ്റെ വിശദീകരണങ്ങളല്ല ഇവിടെ പറയുന്നത്. അവിടെ ഇന്നമാ നഹ്നു ഫിത്ന ഫലാ തക്ഫുർ എന്ന ഒരു വാക്ക് അവർ പറഞ്ഞതായിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ പറഞ്ഞതിന് ഇഖ്തിബാസ് ചെയ്തുകൊണ്ട് ഇവിടെ കോട്ട് ചെയ്യാണ്. അപ്പോൾ ഈ കറാമത്തുകൾ അവരോട് പറയണം, ഇന്നമാ നഹ്നു ഫിത്ന ഫലാ തക്ഫുർ, പെട്ടു പോകണ്ടട്ടോ, ഞങ്ങൾ പരീക്ഷണമാണ് എന്നവരോട് പറയും. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കി അവർ മുന്നോട്ട് പോകും. ഈ അവസാനം പറഞ്ഞ ഈ കാര്യം ഒന്നുകൂടെ വ്യക്തമാക്കുന്ന ഒരു നല്ലൊരു ഉദാഹരണം മഹാന്മാർ പറയുന്നുണ്ട്. അതിൽ മഹാനായ ഷെയ്ഖ് അബു അബ്ദുല്ല മുഹമ്മദ് ഇബിൻ അഹ്മദ് അസ്സാഹിലി അൽ അൻസാരി എന്ന് പറയുന്ന അന്തലുസി പണ്ഡിതൻ, ഹിജറ 753 വഫാത്തായ മഹാൻ. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു ആത്മജ്ഞാന കൃതി തസൗഫിൻ്റെ ഗ്രന്ഥമാണ് അൽ ബിഗയ എന്ന ചുരുക്കപ്പേരിൽ. ബിഗയകൾ ഒരുപാടുണ്ട്, ബിഗയത്തുൽ മുസ്തർഷിദീനൊക്കെ. ആ ബിഗയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ അൽ ബിഗയ എന്ന് പറഞ്ഞാൽ ബിഗയത്തു സാലിക് ഫി അഷ്റഫിൽ മസാലിക് എന്ന് പറഞ്ഞ ഒരു സുലൂക്കിൻ്റെ ഗ്രന്ഥമാണ്. ഈ അധ്യാത്മശാസ്ത്രത്തിൻ്റെ ഒരു പ്രൗഢമായ കൃതിയാണ്. അപ്പോൾ അതിൽ മഹാനവറുകൾ പറയുന്ന നല്ലൊരു ഉദാഹരണമുണ്ട്. ഒരു രാജാവ്, നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു രാജാവ്, നമുക്ക് മനസ്സിലാക്കാവുന്നൊരു ഉദാഹരണം പറയും. രാജാവ് ഒരിടത്ത് നല്ല അതിമനോഹരമായൊരു നഗരം പണിതു, അവിടെ ഒരുപാട് കൊട്ടാരങ്ങൾ പണിതു, അതിമനോഹരമായ. അതിലെന്തൊക്കെയോ വർണ്ണനാതീതമായ അനുഗ്രഹങ്ങൾ, സന്തോഷങ്ങൾ, ആഡംബരങ്ങളൊക്കെ അതിലൊരുക്കി. എന്നിട്ട് ആ രാജാവ് നമ്മൾ താമസിക്കുന്ന ഒരു ഗ്രാമത്തിലേക്ക്, ഒരു നാട്ടുമ്പുറത്തിലേക്ക് ആ രാജാവ് കുറേ ദൂതന്മാരെ പറഞ്ഞയച്ചു.
ദൂതന്മാരെ പറഞ്ഞയച്ചിട്ട് ആ ദൂതന്മാർ നമുക്ക് മുമ്പിൽ കൊണ്ടുവന്ന് ഈ രാജാവ് അയച്ച ക്ഷണക്കത്ത് നമ്മളെ വായിച്ച് കേൾപ്പിച്ചു, നമ്മളെല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുന്നതായി. അപ്പം നമുക്ക് അങ്ങോട്ടുള്ള വഴി അറിയില്ലല്ലോ എന്ന് നമ്മൾ ആശങ്കപ്പെട്ടപ്പോൾ ഈ ദൂതന്മാർ വന്ന് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നമ്മളെ കൂടെ നിങ്ങൾ വന്നാൽ മതി, വഴികളൊക്കെ നമ്മൾ പറഞ്ഞുതരാം, നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾ കൂടെ വരണം, നമ്മൾ പറഞ്ഞ വഴിയിലൂടെ തന്നെ നിങ്ങൾ നമ്മളെ കൂടെ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ ഈ പറഞ്ഞ രാജാവിൻ്റെ അനുഗ്രഹീതമായ കൊട്ടാര സൗഭാഗ്യങ്ങളിലേക്ക് നിങ്ങൾ എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ആളുകൾ അവർ അംഗീകരിച്ചു, അനുസരിച്ചു. അവർ പറഞ്ഞ അതേ വഴി ഫോളോ ചെയ്തുകൊണ്ട് ആ രാജാവിൻ്റെ അടുക്കലേക്ക് പോയി. ഒരു ഉദാഹരണമാണ്, ഇങ്ങനെ അനുസരിച്ചവരാണ് മുഅ്മിനീങ്ങൾ. ഈ രാജാവാരാ? അള്ളാഹുവാണ്. ഹദീസുകളിലൊക്കെ ഇങ്ങനത്തുള്ള ഉദാഹരണങ്ങൾ വന്നിട്ടുണ്ട്. ഈ രാജാവാണ്, അള്ളാഹുവാണ്. ഈ രാജാവ് നമ്മിലേക്ക്, ഈ ഗ്രാമത്തിലേക്ക് പറഞ്ഞു വിട്ട രാജദൂതരാരാണ്? അവർ മഹാന്മാരായ അമ്പിയാക്കളാണ്. അമ്പിയാക്കൾ, മുർസലീങ്ങൾ, അതുപോലെ അമ്പിയ മുർസലീങ്ങളുടെ വഴിയെ അള്ളാഹുവിലേക്ക് ദഅവത്ത് ചെയ്ത അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളായ ദായിമാർ, അള്ളാഹുവിലേക്ക് കൂട്ടുന്ന ആളുകളൊക്കെ. അപ്പം ഇവർ നമ്മളെ വിളിച്ച് കേൾപ്പിച്ച, നമുക്ക് വായിച്ച് കേൾപ്പിച്ച ഈ രാജകീയ ക്ഷണം, ഈ ക്ഷണപത്രം, അതാണ് ഖുർആൻ, അതല്ലെങ്കിൽ ഏടുകൾ, അല്ലെങ്കിൽ മഹത്തായ ദീനിൻ്റെ ഗ്രന്ഥങ്ങൾ, ഇതൊക്കെ. അങ്ങനെ അത് അനുസരിച്ച് അംഗീകരിച്ച് അനുസരിച്ച് ആ വിളിക്ക് ഉത്തരം നൽകി ദൂതന്മാർക്കൊപ്പം ഫോളോ ചെയ്ത് പോയവരാരാ? മുഅ്മിനീങ്ങൾ, അള്ളാഹു അംഗീകരിച്ചവർ. അത് തിരസ്കരിച്ചവർ, ആ ക്ഷണം നിരസിച്ചവർ, ആ വഴിയെ പോകാത്തവർ ആരാ? കാഫിരീങ്ങൾ, സത്യനിഷേധികൾ, സത്യം ഉൾക്കൊള്ളാത്തവർ. അങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോൾ, ഇവർ അംഗീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, നമ്മൾ ആ രാജാവിൻ്റെ ആ പ്രദേശത്തേക്ക്, ആ നഗരത്തിലേക്ക് അടുത്തെത്തി നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് നമ്മളെ സ്വീകരിക്കുക. നമ്മളങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ തന്നെ നമ്മളവിടെ ആദ്യം കാണുന്നത് പടിവാതിൽക്കലെത്തുകയാണ്. എന്തായാലും പറയാം, നമ്മൾ ആ കൊട്ടാരത്തിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് ഉണ്ടാവുമല്ലോ പടിപ്പുര എന്നൊക്കെ പറഞ്ഞ പോലെ. പടിപ്പുരയിലെത്തുമ്പോൾ അത് തന്നെ അതിമനോഹരമാണ്. ആ പടിപ്പുര അത് കാണുമ്പോഴേ ഒരുപാട് ആളുകൾ മനസ്സിലാക്കുകയാണ്, ഇത് തന്നെയാണ് എല്ലാ സൗഭാഗ്യങ്ങളും. രാജാവ് നമ്മളെ ക്ഷണിച്ചത് ഇങ്ങോട്ടാണെന്ന് മനസ്സിലാക്കി ആ പടിപ്പുര കണ്ട് അവിടെ നിർത്തുകയാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമല്ല, നമ്മളെ പടിപ്പുരയിൽ നിന്ന് അങ്ങോട്ട് കയറി. അപ്പോൾ ആദ്യം ഒരു കൊട്ടാരം കണ്ടു, അതല്ലെങ്കിൽ അതിമനോഹരമായൊരു ഉദ്യാനം കണ്ടു. കുറേ ആളുകൾ മനസ്സിലാക്കി ഇത് തന്നെയാണ് പരമമായത്. അവിടെ ഇരുന്ന് കുറേ ആളുകൾ. അപ്പോൾ ഇവർ പറയല്ല, ഇവിടെ നിർത്താനായിട്ടില്ല, ഇതൊക്കെ അങ്ങോട്ട് ഇനി വരാനിരിക്കുന്ന, നമ്മളെ കാത്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾ, സന്തോഷങ്ങൾ ഇതിലും അപ്പുറമാണ്. അങ്ങനെ ഓരോ മൻസിലുകളിൽ, ഓരോ സ്ഥലങ്ങളിൽ, ഓരോ സ്റ്റേഷനുകൾ ഇങ്ങനെ കയറി കയറി പോകുമ്പോഴാണ് അവർ ഓരോ തൊട്ട് പിന്നിട്ടതിനേക്കാൾ, കടന്നുപോയതിനേക്കാൾ അതിമഹത്തരമായ, മഹോന്നതമായതാണ് ശേഷം വരാനുള്ളത്. അത് കാണുമ്പോൾ വിചാരിക്കും ഇതിലപ്പുറം എങ്ങനെ ഉണ്ടാവുകയാണ്. പക്ഷെ അത് കഴിഞ്ഞ് അപ്പുറത്തെ സ്റ്റേജിൽ എത്തുമ്പോഴാണ് തൊട്ട് പിന്നിട്ടതിനേക്കാൾ മഹോന്നതമാണ്, അതിമഹത്തരമാണ്. അങ്ങനെ ഒരുപാട് മൻസിൽ ബാദ മൻസിൽ, അങ്ങനെ അവർ ആ ഹദറത്തിലേക്ക്, രാജാവിൻ്റെ കൊട്ടാര സദസ്സിലേക്ക്, ഹദറത്തിലേക്ക് എത്തുമ്പോൾ അതുവരെ കണ്ട ആ സന്തോഷങ്ങൾ, കൊട്ടാരങ്ങൾ, ആർഭാടങ്ങൾ, അനുഭവങ്ങൾ, രാജകീയ ആർഭാടങ്ങൾ ഒന്നും അല്ല എന്ന് അവർക്ക് മനസ്സിലാവും ഈ ഹദറത്തിലേക്ക് എത്തുമ്പോൾ. കാരണം ആ രാജാവിൻ്റെ ഹദറത്തിലേക്ക് എത്തിയ രാജാവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ പരിസരവും അതിലെല്ലാം മതിമറക്കുമ്പോൾ അവർക്ക് അതുവരെ കണ്ടുമുട്ടിയ, അല്ലെങ്കിൽ പിന്നിട്ട വഴികളിൽ അവർ കണ്ട കൊട്ടാരങ്ങളോ അല്ലെങ്കിൽ ആഹാര പദാർത്ഥങ്ങളോ മറ്റു സൗഭാഗ്യങ്ങളോ സന്തോഷങ്ങളോ ഒന്നുമല്ല എന്നവർക്ക് തോന്നുകയാണ്. ഇതൊരു ഉദാഹരണമായിട്ട് മഹാനവർക്ക് പറയുകയാണ്. ഈ ഹദറത്ത്, രാജാവിൻ്റെ ഈ ഹദറത്തുൽ മലിക്ക്, ഈ രാജസദസ്സാണ് അള്ളാഹുവിലുള്ള എന്താ പറയുക, അള്ളാഹുവിനെ പ്രാപിക്കുക, അള്ളാഹുവിൽ എത്തിച്ചേരുക എന്നുള്ള ലക്ഷ്യം. അതിന് മുന്നേ കിട്ടുന്ന സൗഭാഗ്യങ്ങളോ സന്തോഷങ്ങളോ ഒന്നുമല്ല നമ്മെ മതിക്കേണ്ടത്, നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. അതിനൊക്കെ അപ്പുറം അള്ളാഹുവിനെ കിട്ടുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ ലക്ഷ്യമാക്കുകയാണ്. സുംഅനിദ്ദുന്യാ വദർറതിഹാ വലാ തുഫ്തിർ ഇദാ സുംത ഇല്ലാ ഹദറത്തർ റഹ്മാനി ബിൽ വിസാലിസാൽ എന്ന് ഖസീദത്തു അല്ലഫൽ അലിഫിൽ തന്നെ മറ്റൊരു വരിയുണ്ടല്ലോ. അത് ഈ പറഞ്ഞ ആശയം തന്നെയാണ്. എല്ലാ സുഖ സൗകര്യങ്ങളിൽ നിന്നുമൊക്കെ ഉള്ള വ്രതാനുഷ്ഠാനം, അതൊന്നും ദുന്യാവോ ആഖിറോ സ്വർഗമോ അതിലെ ആറുകളോ മറ്റുള്ള സന്തോഷങ്ങളോ ഒന്നുമല്ല ലക്ഷ്യം. ഹദറത്തുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ ഹദറത്ത്, അത് പോകുക, അത് ഉൾക്കൊള്ളുക, അത് നേടുക, അത് പ്രാപിക്കുക, അതുവരെ വിസാലാണ്. ഇല്ല ഹദറത്തുർ റഹ്മാനി ബിൽ വിസാലിസാൽ, ആ വിസാല് വരെ അതാണ് ശരിയായ വിസാൽ, അള്ളാഹുവിലേക്കുള്ള ലയം പ്രാപിക്കൽ. അത് കിട്ടുന്നത് വരെ, ആ ലക്ഷ്യം നേടുന്നത് വരെയുള്ള വ്രതം എടുക്കുക എന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ ഉദാഹരണത്തിലൂടെ മഹാനവറുകൾ പറയുന്നത്. ചുരുക്കി പറയാണ്, വിശദമായിട്ട് പറയേണ്ട ഒരു കാര്യം ചുരുങ്ങിയ വാക്കുകളിലൂടെ പറയാം. ഇതേ ആശയം മനോഹരമായ ചില വരികളിലൂടെ മഹാനായ സൂഫി പണ്ഡിതനും ഇമാമുമൊക്കെയായ അബുൽ ഹസൻ അലി ബിൻ അബ്ദുല്ല അന്നമീരി അശ്ശസ്തുരി എന്ന മഹാൻ, അദ്ദേഹവും ഒരു അന്തലുസി പണ്ഡിതനാണ്. ഹിജറ 610 ജനിക്കുകയും ഹിജറ 668 വഫാത്താവുകയും ചെയ്ത ഒരു മഹാനാണ് അശ്ശസ്തുരി എന്ന് പറയുന്ന മഹാൻ. അദ്ദേഹത്തിൻ്റെ ഒരു 4 വരി വരികൾ ഈ ആശയം വളരെ വ്യക്തമായി പ്രകാശിപ്പിക്കുന്ന ആ 4 വരികൾ കൂടെ സാന്ദർഭികമായിട്ട് അതും കൂടെ ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയാണ്, ഫലാ തൽതഫിത് ഫിസ്സൈരി ഗൈറൻ വകുല്ലു മാ സിവല്ലാഹി ഗൈറുൻ ഫത്തഖിദ് ദിക്റഹു ഹിസ്നാ വകുല്ലു മഖാമിൻ ലാ തഖും ഫീഹി ഇന്നഹു ഹിജാബുൻ ഫജിദ്ദ സൈറ വസ്തൻജിദിൽ ഔനാ
ومهما ترى كل المراتب تجتلي عليك فحل عنها فعن مثلها حلنا وقل ليس لي في غير ذلك مطلب فلا صورة تجلى ولا طرفة تجنى. എന്താണ് മഹാനവർകൾ ഈ പറയുന്നത്? ഫലാ തൽതഫിത്, ഇത് സാലിക്കിനോട് പറയണം അദ്ദേഹം ഈ വരികളിലൂടെ. അബുൽ ഹസൻ അലി ബിൻ അബ്ദുല്ല അന്നമീരി ഷസ്തുരി എന്ന് പറഞ്ഞ മഹാനവറുകൾ പറയാണ്, ഞാൻ ഈ പറഞ്ഞ ഹിക്മത്തുൽ അശ്രീൻ 20ാമത്തെ ഹിക്മത്തിൻ്റെ ഒരു വിശദീകരണം തന്നെയാണ്. അല്ലെങ്കിൽ ആ 20ാമത്തെ ഹിക്മത്തിൻ്റെ വിശദീകരണം എന്ന് പറഞ്ഞാൽ ആ ആശയത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടുള്ള വരികളാണ്. 20ാമത്തെ ഹിക്മത്തിലൂടെ മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ എന്താണോ പറഞ്ഞത്, നസറായിട്ട് പറഞ്ഞത്, ഗദ്യമായി നമ്മളോട് പറഞ്ഞത്, അതേ ആശയം തന്നെ ഷെയറായിട്ട് മഹാനായ ഇദ്ദേഹം ഇമാം ഷസ്തുരി തങ്ങൾ പറയാണ്, ഫലാ തൽതഫിത്, നീ തിരിഞ്ഞു നോക്കണ്ട, ഫിസൈരി, അള്ളാഹുവിലുള്ള ഈ സഞ്ചാരവേളയിൽ സൈറിൽ നീ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കണ്ട, ഗൈറിലേക്ക് തിരിഞ്ഞു നോക്കരുത്. വകുല്ലുമാ സിവല്ലാഹി ഗൈറുൻ, ഗൈർ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തതൊക്കെ ഗൈറാണ്. അള്ളാഹു എന്ന പരമമായ ലക്ഷ്യം അല്ലാത്തത് എന്തുള്ളൂ അതൊക്കെ ഗൈറാണ്. അതെന്താവട്ടെ, അത് സ്വർഗമാവട്ടെ, സ്വർഗത്തിലെ അനുഗ്രഹങ്ങളാവട്ടെ, മറ്റുള്ളതാവട്ടെ, അള്ളാഹു എന്ന പരമമായ ലക്ഷ്യമായിരിക്കണം മനുഷ്യൻ്റെ ലക്ഷ്യം. അതല്ലാത്ത അത്ഭുതങ്ങളോ സിദ്ധികളോ അല്ലെങ്കിൽ ഓരോ മക്കാമുകളിലൂടെ, നേരത്തെ പറഞ്ഞ പോലെ മക്കാമുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ഒരു അസ്വാദ്യമായ മാധുര്യമോ ഒന്നും നമ്മളെ മതിക്കരുത്, അതൊന്നും നമ്മളെ കീഴടക്കരുത്, നമ്മളെ ഹിമ്മത്തിനെ തകർത്ത് കളയരുത്, സ്റ്റോപ്പ് ചെയ്യിപ്പിക്കരുത്. നമ്മളെ അന്വേഷണം മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറഞ്ഞ പോലെ പിന്നെയും ഒരുപാട് മൈലുകൾ താണ്ടാനുണ്ട്, പിന്നെയും ഒരുപാട് എനിക്ക് പോകാനുണ്ട് എന്ന് പറഞ്ഞ് നിദ്രാവിഹീനമായി പിന്നെയും യാത്ര തുടരുകയാണ് വേണ്ടത്. ഫലാ തൽതഫിത് ഫിസ്സൈരി ഗൈറൻ വകുല്ലുമാ സിവല്ലാഹി ഗൈറുൻ, അള്ളാഹു അല്ലാത്തതൊക്കെ ഗൈറാണ്. അതുകൊണ്ട് ഫത്തഖിദ് ദിക്റഹു ഹിസ്ന, അള്ളാഹുവിൻ്റെ ദിക്റിനെ നീ എന്താക്കുക, നിന്റെ എല്ലാ അഭയമാക്കുക, കോട്ടയാക്കുക, ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കി അള്ളാഹുവിലേക്ക് തന്നെ പോവുക. വകുല്ലു മഖാമിൻ ലാ തഖും ഫീഹി ഇന്നഹു, ഏതു മഖാമാണെങ്കിലും ആ മഖാമിൽ നിൽക്കരുത്. നമ്മൾ ഒരുപാട് മഖാമുകൾ പറഞ്ഞു, മഖാമു തൗഹീദിൽ അഫ്ആൽ, മഖാമു തൗഹീദിൽ സിഫാത്ത്, മഖാമു തൗഹീദിൽ ദാത്ത്, അതുപോലെ മഖാമുൽ ഫനാ, മഖാമു ഫനാഇൽ ഫനാ, മഖാമുൽ ബഖാ, ഇങ്ങനെയുള്ള മക്കാമാത്തുകളൊക്കെ പറഞ്ഞു. ഈ മക്കാമുകൾ ഏത് മക്കാമാണെങ്കിലും ലാ തഖും ഫീഹി, അവിടെ നിൽക്കരുത്, അവിടെ നിന്ന് പോകരുത് നീ അടുത്തതിലേക്ക്. ലാ തഖിഫ് എന്നർത്ഥം. ഇന്നഹു ഹിജാബുൻ, ഈ മക്കാമുകളൊക്കെ തന്നെയും ഹിജാബാണ്. ഫജിദ്ദ സൈറ, അതുകൊണ്ട് ജിദ്ദ സൈറ എന്ന് പറഞ്ഞാൽ ഇജ്തഹിദ് ഫി സൈർ എന്നർത്ഥം, സഞ്ചാരത്തിൽ നീ പരിശ്രമിക്കുക. വസ്തൻജിദിൽ ഔന, ഇസ്തൻജിദ് എന്നാണ് സഹായം തേടുക. ഇസ്തൻജിദ്, നീ സഹായം തേടുക. ഉതുലുബിൻ നജ്ദ അൽ ഔന ഐ ഔന അല്ലാഹ്, അൽ ഔൻ മിൻ അല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് സഹായം തേടിയിട്ട് പഠിച്ചവനോട് സഹായം ചോദിച്ച് മുന്നോട്ട് പിന്നെയും പോവുക. മഹ്മാ തറാ കുല്ലൽ മറാതീബി തജ്തലി, നീ എന്ത് തന്നെ കണ്ടാലും, മറാത്തിബുകൾ, മർത്തബകൾ, സ്ഥാനമാനങ്ങൾ ഇങ്ങനെ ജ്വലിച്ച് തിളങ്ങി വിളങ്ങി നിൽക്കുന്നത് കണ്ടാലും, തജ്തലി, അത് തിളങ്ങി വിളങ്ങി നിൽക്കുന്ന അസ്വാദ്യമായ പല മഖാമുകളും നീ കണ്ടാലും കണ്ണഞ്ചി പോകരുത്. അലൈക തജ്തലി അലൈക ഫഹുൽ അൻഹ, അതിൽ നിന്ന് പിരിയണം. ഹാലയഹുൽ ഐസുൽ അൻഹ, അതിൽ നിന്ന് ഇത് പരമമാണ്, ഇത് തന്നെയാണ് എൻ്റെ ലക്ഷ്യമെന്ന് വിചാരിച്ച് അവിടെ ഇറങ്ങരുത്. അതെൻ്റെ സ്റ്റേഷനല്ല, അടുത്ത സ്റ്റേഷനിലേക്ക് പോകണം. ഫഹുൽ അൻഹ ഫഅൻ മിസ്ലിഹാ ഹുൽന, കാരണം അങ്ങനെയുള്ള സ്റ്റേഷനുകളൊക്കെ വിട്ടിട്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് വന്നത് അദ്ദേഹം പറയാം. അപ്പോൾ ആ വഴിയിലൂടെ കടന്നുപോയ ആൾക്കാരാണ് ആ വഴിയിലൂടെ എങ്ങനെ പോകണമെന്ന് പറയാം നമ്മളോട്. അങ്ങനെ സഞ്ചാരികളാണല്ലോ സഞ്ചാര പഥങ്ങളെക്കുറിച്ച് നമ്മളോട് പറയേണ്ടത്. ഒരു സഞ്ചാരിയായി ഒരുപാട് പഥങ്ങൾ, മക്കാമുകൾ മുന്നോട്ട് പോയ, മക്കാമുകൾ പിന്നിട്ട മഹാനുകൾ പറയാം ഫഅൻ മിസ്ലിഹാ ഹുൽന, അങ്ങനെയുള്ള പദവികളും മക്കാമുകളൊക്കെ വിട്ടിട്ടാണ്, ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഈ സഞ്ചാരം തുടർന്നിട്ടുള്ളത്. വഖുൽ ലൈസ ലീ ഫീ ഗൈരി ദാലിക മത്ലബു, നീ പറയാം, എപ്പോഴും പറയാം, നിന്റെ മനസ്സിനെ നീ പറഞ്ഞ് വിശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ നിന്റെ മനസ്സിനെ നീ ബോധ്യപ്പെടുത്തുക. വഖുൽ ലൈസ ലീ ഫീ ഗൈരി ദാലിക മത്ലബു, ഇതല്ലാത്തതിൽ, അല്ലാഹു അല്ലാത്തതിലൊന്നും എനിക്കൊരു മത്ലബുമില്ല, എനിക്കൊരു തേട്ടവുമില്ല, അന്വേഷണവുമില്ല, എനിക്കൊരു ലക്ഷ്യമേ അല്ല, എന്നെ ഒരു കൺസേൺ ചെയ്യുന്ന, എന്നെ ബാധിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അന്വേഷണമേ, എൻ്റെ വിഷയമേ, ലക്ഷ്യമേ അതല്ല. ഫലാ സൂറത്തുൻ തുജ്ല വലാ തുർഫത്തുൻ തുജ്ന, ഒരു സൂറത്തുൻ തുജ്ല എന്ന് പറഞ്ഞാൽ കണ്ണഞ്ചിക്കുന്ന, എന്താ പറയുക, വെട്ടിത്തിളങ്ങുന്ന, ജ്വലിക്കുന്ന എന്തെങ്കിലും ഒരു രൂപമോ അല്ലെങ്കിൽ ഒരു സൂറത്തോ, സൂറ എന്ന് പറഞ്ഞ രൂപം, ഒരു ശില്പം അല്ലെങ്കിൽ രൂപം, ഈ ഒരു വസ്തു എന്നർത്ഥം, ഒരു ഇമേജ്, അതോ വലാ തുർഫത്തുൻ തുജ്ന, തുർഫ എന്ന് പറഞ്ഞാൽ ഷൈഉൽ ഗരീബ് അൽ ഹജീബ്, അത്ഭുതാവഹമായ എന്തെങ്കിലും ഒരു അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ, സംഭവങ്ങൾ, തുജ്ന ഐ തുഹ്സൽ, നേടപ്പെടുന്ന, സമ്പാദിക്കപ്പെടുന്ന. അപ്പം എന്തെങ്കിലും അത്ഭുതമോ അത്ഭുത പ്രവൃത്തികളോ വേറെന്തെങ്കിലും, എന്താ പറയുക, നമ്മളെ കോൾമേർ കൊള്ളിക്കുന്ന, നമ്മളെ രസിപ്പിക്കുന്ന, ത്രസിപ്പിക്കുന്ന എന്തെങ്കിലും അനുഭവങ്ങളോ ഇതൊന്നുമല്ല, ഇതിലൊക്കെ അപ്പുറം അള്ളാഹുവാണ് എൻ്റെ മത്ലൂബ് എന്ന് നീ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, എന്നിട്ട് യാത്ര തുടരുക. ഇങ്ങനെ ഒരു മുരീദിൻ്റെ, ഒരു സാലിക്കിൻ്റെ, അള്ളാഹുവിലേക്കുള്ള ഒരു യാത്രികൻ്റെ യാത്രയിൽ അവൻ പുലർത്തേണ്ട മര്യാദകളെക്കുറിച്ച്, അദബുകളെക്കുറിച്ചുള്ള ചർച്ചയിലാണ് മഹാനവറുകൾ ഈ 20ാമത്തെ ഹിക്മത്ത് സമർപ്പിക്കുന്നത്.
ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാനും ആ ഉൾക്കൊള്ളുന്നതിനനുസരിച്ചുകൊണ്ട് അള്ളാഹു അന്വേഷിച്ചുകൊണ്ടുള്ള യാത്ര തുടങ്ങാനും തുടരാനും ഒക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വജസാക്കും അല്ലാഹു ഖൈറ വല്ലാഹു മിൻ വറാഇൽ ഖസ്ദ് വഹുവ യഹ്ദിനാ സവാഅസ് സബീൽ വശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.